വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ആണ്. ഇന്ന് പ്രധാനപ്പെട്ട 3 ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കണേ. അപ്പൊ അതിൽ ആദ്യം തന്നെ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുടുംബശ്രീയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രോജക്റ്റുകളെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അല്ലേ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സമഗ്ര, അതുപോലെ തന്നെ തീർത്ഥം, അല്ലെ, അങ്ങനെ, അതുപോലെ ഷീ ലോഡ്ജ്, അതുപോലെ തന്നെ തെളിമ, പിന്നെന്താ പറയാ സ്നേഹിത, അങ്ങനെയുള്ള കുറച്ച് കണക്ട് ടു വർക്ക്, ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറുണ്ട്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അതായത് ചില ചില പ്രത്യേക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 10-12 എണ്ണേ പഠിക്കുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ പരീക്ഷയുടെ അവസാനത്തെ സമയത്ത് ടീച്ചർ കുറെ അധികം ഭാരപ്പെട്ട കാര്യങ്ങൾ തരില്ല. പക്ഷെ സ്ഥിരമായിട്ട് പഠിക്കണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ അതാണ് നമ്മൾ പറയണത് കേട്ടോ. അപ്പോ ആദ്യം തന്നെ പറയണത് തെളിമ. തെളിമ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് തെളിമ. ഇത് ഈ പറയണത് എല്ലാം തന്നെ കുടുംബശ്രീയുടെ പദ്ധതികളാണ്. അപ്പൊ പിന്നെ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. കുടുംബശ്രീയുടെ എന്താണ് ഖരമാലിന്യ സംസ്കരണ പദ്ധതി. എന്താണ് ഖരമാലിന്യ സംസ്കരണം. അപ്പൊ കുടുംബശ്രീയുടെ കീഴിലുള്ള ഖരമാലിന്യ സംസ്കരണം നടത്തുന്ന പദ്ധതിക്ക് വിളിക്കുന്ന പേര് എന്താണ്? തെളിമ പദ്ധതി എന്നാണ്. എന്താണ്? തെളിമ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തതും ചോദിച്ചിട്ടുള്ളതാണ്. പദ്ധതിയുടെ പേര് സമഗ്ര എന്നാണ്. എന്താണ്? സമഗ്ര. അതായത് വിവിധ സംരംഭങ്ങളിലെ ഉൽപാദന വിതരണ മേഖല ശക്തിപ്പെടുത്താനായിട്ട് കുടുംബശ്രീയുടെ പദ്ധതി. അപ്പൊ അതായത് എന്താ പറയാ, കുറെ ആൾക്കാര് പ്രൊഡക്ഷനും അതുപോലെ തന്നെ പല വസ്തുക്കളുടെയും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നടത്തുന്നത്. ഇപ്പൊ ചുരുക്കം പറയുകയാണെങ്കിൽ കുടുംബശ്രീ കുറെ ഉൽപ്പന്നങ്ങളില്ലേ, അത്തരം ഉൽപ്പന്നങ്ങളുടെ വിവിധ സംരംഭങ്ങളിലെ കുടുംബശ്രീയുടെ വിവിധ സംരംഭങ്ങളിലെ ഉൽപാദനത്തിനും അതുപോലെ തന്നെ വിതരണത്തിനുമുള്ള മേഖലയെ ഉൽപാദന വിതരണ മേഖലകളെ, അതായത് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിനെ എന്താക്കാനുള്ളത്? ശക്തിപ്പെടുത്താനുള്ള പദ്ധതിക്ക് വിളിക്കുന്ന പേരാണ്. ശക്തിപ്പെടുത്താനുള്ള പദ്ധതിക്ക് വിളിക്കുന്ന പേരാണ് എന്ത് പദ്ധതി? പറഞ്ഞ സമഗ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? ഇനി അടുത്തത് കുടുംബശ്രീ ട്രാവൽസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്. എന്താണ്? എന്തിനാ കുടുംബശ്രീ ട്രാവൽസ് കൊണ്ടേക്കണേ? അതായത് സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ഇത് കൊണ്ടുവന്നേക്കണത്. എന്താണിത്? ടാക്സി സർവീസ് ആണ്. അപ്പോൾ സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി കുടുംബശ്രീയുടെ കീഴിലുള്ള ടാക്സി സർവീസിന് വിളിക്കുന്ന പേരാണ് കുടുംബശ്രീ ട്രാവൽസ്. ഇനി അടുത്തത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ബഡ്സ് സ്കൂൾ എന്താണ് എന്നുള്ളത്. എന്താണ് ബഡ്സ് സ്കൂൾ? എന്താണ്? അതായത് മാനസികമായിട്ട് വെല്ലുവിളികൾ നേരിടുന്ന, മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ച പ്രത്യേക സ്കൂളുകൾക്ക് വിളിക്കുന്ന പേരാണ് ബഡ്സ് സ്കൂൾ. അപ്പൊ ആരുടെ സഹായത്തോടു കൂടിയിട്ടാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി 18 വയസ്സുവരെ ഉള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് കുടുംബശ്രീ ആരംഭിച്ച സ്കൂളുകളുടെ പേരാണ് ബഡ്സ് സ്കൂൾ എന്നത്. ക്ലിയർ ആയില്ലേ മക്കളെ? അടുത്തത് തീർത്ഥം എന്നാണ് അടുത്ത പദ്ധതിയുടെ പേര്. അതായത് എന്താ ഉദ്ദേശിക്കണേ? 1 രൂപയ്ക്ക് എന്താണ്? 1 ലിറ്റർ വെള്ളം, 1 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേരാണ് തീർത്ഥം പദ്ധതി. എന്താണ്? തീർത്ഥം. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആശ്രയ പദ്ധതി. എന്താണ്? ആശ്രയ. അതായത് സമൂഹത്തില് മുഖ്യധാരയിൽ ഇടം ലഭിക്കാത്ത നിരാലംബരായ ആളുകൾക്ക് അതിജീവന ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന സംരംഭത്തിന് വിളിക്കുന്ന പേരാണ് ആശ്രയ. ആശ്രയ ആരംഭിച്ചത് 2002-ലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൊസൈറ്റിയില് മുഖ്യധാരയിലൊന്നും ഇടം ലഭിക്കാത്ത എങ്ങനെയുള്ളവർക്ക്? നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് എന്താണ്? അതിജീവന ആവശ്യങ്ങളും എന്താണ്? അതിജീവനത്തിന് എന്തൊക്കെയാണോ വേണ്ടേ ആ അതിജീവനത്തിനുള്ള ആവശ്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കാൻ 2002 ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്താണ്?
പദ്ധതിയുടെ പേര് ആശ്രയ എന്ന. ഇനി അടുത്തത് ഷീ ലോഡ്ജ് എന്നാണ് അടുത്തതിന്റെ പേര്. ഷീ ലോഡ്ജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. അതായത് വിവിധ ആവശ്യങ്ങളിലൊക്കെ നമ്മൾ പല ആവശ്യങ്ങൾക്കും എവിടേക്ക് പോവാറുണ്ട്? നഗരങ്ങളിലേക്ക്, അതായത് സിറ്റിയിലേക്ക് പോവാറുണ്ട്. അങ്ങനെ നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആർക്കൊക്കെയാണ്? ഒന്ന് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് എന്താണ്? മിതമായ നിരക്കിൽ, എന്താണ്? മിതമായ നിരക്കിൽ സുരക്ഷിതമായ, മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസ സൗകര്യമുണ്ട്, താമസമുണ്ട്, അതുപോലെ തന്നെ ആഹാരവുമുണ്ട്. അപ്പൊ നഗരങ്ങളിലേക്ക്, ഇപ്പൊ നമ്മളിവിടെ ഒരു 10 കിലോമീറ്ററിനുള്ളിലുള്ള ഒരു നഗരത്തേക്ക് പോയി തിരിച്ചു വരുന്നു എന്നുള്ള കഥയില്ല പറയണേ. നമുക്കിപ്പോ എന്താ പറയണേ, ഇപ്പൊ ഞാൻ തൃശ്ശൂരുള്ള ഒരാളാണ്, എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് പോകണം, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള ഒരാളാണ് അങ്ങേർക്ക് കണ്ണൂർക്ക് പോകണം. അങ്ങനെ കുറച്ച് അകലെ യാത്രയൊക്കെ ചെയ്ത് നമ്മളൊരു നൈറ്റിലൊക്കെ ഒരു സ്ഥലത്ത് ചെന്ന് എത്തുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ ലോഡ്ജിലൊക്കെ നമ്മൾ എന്ത് വിശ്വസിച്ചാൽ നമ്മൾ കയറുക? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക്, അങ്ങനെയുള്ള വിദ്യാർത്ഥിനികൾക്കും സ്ത്രീകൾക്കും മിതമായിട്ടുള്ള നിരക്കിൽ സുരക്ഷിത താമസവും അതുപോലെ തന്നെ ആഹാരവും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ പദ്ധതി. ഏത്? ഷീ ലോഡ്ജ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത പദ്ധതിയുടെ പേര് നോക്കൂ. അടുത്ത പദ്ധതിയുടെ പേര് പിങ്ക് അലർട്ട് എന്നാണ് പദ്ധതിയുടെ പേര്. എന്താ മക്കളെ? പിങ്ക് അലർട്ട് കേട്ടോ. എന്താണ്? കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യത്തെ വനിതാ ദുരന്ത നിവാരണ സംഘം. വനിതാ ദുരന്ത നിവാരണ സംഘം. അപ്പൊ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ആരംഭിച്ച വനിതാ ദുരന്ത നിവാരണ സംഘത്തിന് വിളിക്കുന്ന പേരാണ് പിങ്ക് അലർട്ട്. ഇനി അടുത്തത് ഗ്രാമശ്രീ. ട്ടോ. ഗ്രാമശ്രീ എന്താ അറിയോ നിങ്ങൾക്ക്? ഒരുതരം അരിയുടെ പേരാണ്. അരി. അതെന്താ? കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിൽ എത്തുന്ന അരിയാണ്. എന്ത്? റൈസ് ആണ്. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമശ്രീ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതിന്റെ പേര് ഇ നെസ്റ്റ് എന്നാണ്. എന്താണ്? ഇ നെസ്റ്റ് കേട്ടോ. എന്താണ്? കുടുംബശ്രീയിലും അതുപോലെ തന്നെ അയൽക്കൂട്ടങ്ങളിലുമുള്ള സ്ത്രീകളുടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ എങ്ങനെ? ജിയോ ടാഗ് വഴി ശേഖരിക്കുന്ന പദ്ധതി. കുടുംബശ്രീയിലെയും അയൽക്കൂട്ടങ്ങളിലൊക്കെയുള്ള സ്ത്രീകളുടെയും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ ജിയോ ടാഗ് വഴി ശേഖരിക്കുന്ന പദ്ധതിക്ക് വിളിക്കുന്ന പേരാണ് എന്ത് പറഞ്ഞ? ഇ നെസ്റ്റ് എന്ന് പറഞ്ഞ. എന്താണ്? ഇ നെസ്റ്റ്. അടുത്ത പദ്ധതിയുടെ പേര് നോക്കൂ. അടുത്ത പദ്ധതിയുടെ പേര് സേവിക എന്നാണ്. എന്താണ്? കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മലയോര പ്രദേശങ്ങളിൽ, അതായത് മലയോര പ്രദേശങ്ങളിൽ എന്തുണ്ടായിരിക്കും? ധാരാളം വിഭവങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാവും അല്ലെ? മലയോര പ്രദേശങ്ങളിലെ വിഭവങ്ങളും കരകൗശല വസ്തുക്കളും ഒക്കെ എന്താണ്? അവരുടെയൊക്കെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച ഒരു മൊബൈൽ മാർക്കറ്റിംഗ് യൂണിറ്റ് ആണ്. എന്താണ്? മൊബൈൽ മാർക്കറ്റിംഗ് യൂണിറ്റ്. മൊബൈൽ മാർക്കറ്റിംഗ് യൂണിറ്റിന് വിളിക്കുന്ന പേരാണ് സേവിക. ഇത് ആദ്യം ആരംഭിച്ചത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. അടുത്തത് എപ്പോഴും നമ്മളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് സ്നേഹിത എന്താണ്? അക്രമത്തിന് ഇരയാകുന്ന, എന്താണ്? അക്രമം ട്ടോ. അക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അതുപോലെ തന്നെ കുട്ടികൾക്ക്, സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീയുടെ അഭയ കേന്ദ്രത്തിന്റെ പേരാണ് അഭയ കേന്ദ്രം. എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ സ്നേഹിത. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഒരെണ്ണം കൂടി നമുക്ക് പഠിക്കാം. അതിന്റെ പേര് ഇതാണ്, കണക്ട് ടു വർക്ക് എന്നാണ്. കണക്ട് ടു വർക്ക് എന്താ മനസ്സിലായ? എന്താ കണക്ട് ടു വർക്ക് എന്ന് പറഞ്ഞാൽ? അതായത് എന്താണ്? കണക്ട് ചെയ്യുക അല്ലെ? ജോലിയിലേക്ക് കണക്ട് ചെയ്യുക, അത്ര തന്നെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് നമ്മുടെ നാട്ടില് തൊഴിൽ രഹിതരായ എങ്ങനെയുള്ള ആൾക്കാര്? ചെറുപ്പക്കാര്. തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് കണക്ട് ടു എന്താണ്? വർക്ക് കേട്ടോ. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും കുടുംബശ്രീ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി അടുത്തത് ഇതുമായിട്ട് ഒന്നും ബന്ധമുള്ളതല്ല, വേറൊരെണ്ണാണ്. എപ്പോഴും നമ്മള് ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ കാണുമ്പോൾ കുറെ ചോദ്യങ്ങൾ നവോത്ഥാന നായകന്മാരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ
കാണാറുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? AK ഗോപാലൻ അഥവാ AKG എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഈ AKG യെ കുറിച്ച് ഇപ്പൊ അദ്ദേഹം ജനിച്ച ദിവസമോ അല്ലെങ്കിൽ ജനിച്ച സ്ഥലമോ അങ്ങനെയൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും അതും കൂടെ നമുക്ക് പഠിക്കാം. 1904 ഒക്ടോബർ മാസം 1-ാം തീയതി കണ്ണൂർ ജില്ലയിൽ പെരളശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത്, കണ്ണൂർ ജില്ലയിൽ പെരളശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച വ്യക്തിയാണ് എന്ത്? നമ്മുടെ AK ഗോപാലൻ. അടുത്തത് അദ്ദേഹത്തിന്റെ വീട്ടുപേരൊന്ന് ഓർത്തു വെക്കാം. ആയില്യത്ത് കുറ്റ്യാരി. ആയില്യത്ത് കുറ്റ്യാരി ട്ടോ. അപ്പൊ ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ അല്ലെ, AK ഗോപാലൻ, AKG അല്ലെ. ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്, ചോദിക്കാറുള്ള ചോദ്യങ്ങൾ. ഒന്ന്, പാവങ്ങളുടെ ആരാണ്? പടത്തലവനാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ഇനി അടുത്തത്, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. അടുത്തത്, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ. ഇതൊക്കെ ചോദിക്കാറുള്ള ചോദ്യമല്ലേ? ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം നോക്കൂ, ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. എത്രയോ ചോദ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പരീക്ഷയ്ക്ക് അല്ലെ. ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നോക്കൂ, ഇദ്ദേഹം കോഫി ഹൗസിന്റെ സ്ഥാപകനാണ്. എവിടെയാണ് ആദ്യത്തെ കോഫി ഹൗസ് ആരംഭിച്ചതെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ 1958 കേട്ടോ. ഇനി AK ഗോപാലന്റെ ആത്മകഥയുടെ പേരാണ് എന്റെ ജീവിതകഥ. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്താണ്? എന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഒന്ന്, കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക്, കണ്ണൂർ ടു മദ്രാസ്, കണ്ണൂരിൽ നിന്നും അദ്ദേഹം മദ്രാസിലേക്ക് എന്ത് നയിച്ചു? പട്ടിണി ജാഥ നയിച്ചു. ചോദിച്ചിട്ടുണ്ട്, പട്ടിണി ജാഥ നയിച്ചു. വർഷം 1934. അപ്പൊ പട്ടിണി ജാഥ നയിച്ചതാരാന്ന് ചോദിച്ചു? AK ഗോപാലൻ. എവിടെ വരിക? കണ്ണൂർ ടു മദ്രാസ്. വർഷം എന്നാണ്? സോറി, 1936 കേട്ടോ, 34 അല്ല, 1936 ആണ്. 1936. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത്, 1960 ഇദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കർഷക ജാഥ നയിച്ചു. എന്താണ്? കർഷക ജാഥ നയിച്ചു. അതുമാരെയാണ്? AK ഗോപാലനാണ്. അടുത്ത ചോദ്യം, ഇതും വളരെ പ്രധാനമാണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ഇദ്ദേഹമാണ്. ആരാണ്? AK ഗോപാലനാണ്. ഇനി ക്ലിയർ ആയില്ലോ? ഇനി അടുത്തത്, അപ്പൊ നമ്മള് പട്ടിണി ജാഥയുടെ കാര്യം പറഞ്ഞു, കർഷക ജാഥയുടെ കാര്യം പറഞ്ഞു. ഇനി ഇദ്ദേഹത്തിന്റെ വേറൊരു ജാഥയാണ് മക്കളെ, മലബാർ ജാഥ. എന്താണ് മലബാർ ജാഥ? കേട്ടോ. മലബാർ ജാഥ എവിടേക്കായിരുന്നു? തിരുവിതാംകൂർ, കോഴിക്കോട് നിന്ന്. എവിടേക്കാണ്? കോഴിക്കോട് നിന്ന് എവിടത്തേക്ക്? തിരുവിതാംകൂറിലേക്ക്. അപ്പൊ കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ചതും ആരാണ്? AK ഗോപാലനാണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കണ്ണൂരിൽ നിന്നും എന്താണ്? ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നയിച്ചു. ഇനി എല്ലാവർക്കും ഞാൻ പറയാണ്ട് തന്നെ അറിയാം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് ആര്? AK ഗോപാലൻ. വോളണ്ടിയർ ക്യാപ്റ്റൻ, അതെപ്പോഴും ചോദിക്കാറില്ല അല്ലെ? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്നും ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നയിച്ചതും ആരെയാണ്? AK ഗോപാലൻ തന്നെയാണ്. ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി അടുത്തത് എന്താ പറയുന്നത്?
ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ഇദ്ദേഹം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിലെ ഇദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. അങ്ങനെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് 1930 ഇദ്ദേഹം അറസ്റ്റ് വരിക്കുകയുണ്ടായിട്ടോ. അപ്പോ ഇദ്ദേഹം എന്താ പറയാ, കേളപ്പന്റെ നേതൃത്വത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹം പയ്യന്നൂരിലേക്ക് വരികയായിരുന്നു. അങ്ങനെ ആ പയ്യന്നൂരിലെത്തിയപ്പോ പയ്യന്നൂരിൽ സ്വീകരണം നൽകിയത്, പയ്യന്നൂരിൽ ആ ജാഥക്കാർക്ക് സ്വീകരണം നൽകിയത് ആരായിരുന്നു? നമ്മുടെ AK ഗോപാലനായിരുന്നു കേട്ടോ. അപ്പോ ഇത്രയൊക്കെയാണ് AKGയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഏത് നമ്മൾ പഠിക്കുകയാണെങ്കിലും, ഏത് നവോത്ഥാന നായകർ ഏത് ടോപ്പിക് പഠിക്കുകയാണെങ്കിലും ഹോട്ട് ടോപ്പിക്സ് എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എപ്പോഴും ചോദിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ ഇവിടെ പഠിച്ചത്. ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് സ്ഥാപനങ്ങളെ കുറിച്ചാണ് ടീച്ചർക്ക് പറയാനുള്ളത്. ഇപ്പോ അടുത്ത കാലത്ത് കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടത് ഒരാളാണ് ജൊനാഥൻ ഡങ്കൻ എന്ന് പറയുന്ന ആള്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ്. ടീച്ചറുടെ ക്ലാസ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് അറിയാം ജൊനാഥൻ ഡങ്കൻ. 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇദ്ദേഹത്തെ കുറിച്ച് കണ്ടിട്ടുണ്ട് അല്ലെ. എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? ഇദ്ദേഹം ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകനാണ്. അപ്പൊ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ച വ്യക്തി ആരാണ്? ജൊനാഥൻ ഡങ്കൻ ആണ്. അപ്പൊ ഇതുപോലെ ചില സ്ഥാപനങ്ങൾ സ്ഥാപിച്ച ആൾക്കാരെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഇനി അതുപോലെ തന്നെ നമ്മുടെ വനിതാ യൂണിവേഴ്സിറ്റിയുടെ വ്യക്തി ആരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വനിതാ യൂണിവേഴ്സിറ്റിയുടെ ആള്, ഇദ്ദേഹത്തെയും കുറിച്ചും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ലേ? എത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കണേ, DK കാർവേ. അപ്പൊ വനിതാ യൂണിവേഴ്സിറ്റിനെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ആ വനിതാ യൂണിവേഴ്സിറ്റിയുടെ പേരൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അങ്ങനെ ചോദിച്ചാലോ, ശ്രീമതി നാദിഭായ് ദാമോദർ താക്കർ വുമൻസ് യൂണിവേഴ്സിറ്റി. ക്ലിയർ ആയോ? ശ്രീമതി നാദിഭായ് ദാമോദർ താക്കർ വിമൻസ് യൂണിവേഴ്സിറ്റി, നമ്മുടെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് ആരാന്നാ പറയണേ? DK കാർവെയാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഭാരതീയ വിദ്യാഭവന്റെ സ്ഥാപകൻ ആരാണ്? KM മുൻഷിയാണ് ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത്. അടുത്തതും ചോദിച്ചിട്ടുള്ളതാണ് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകർ. കേരള കലാമണ്ഡലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പരിചയമുള്ള ആള് വള്ളത്തോൾ നാരായണ മേനോനാണ്. അദ്ദേഹത്തിന്റെ കൂടെ മുകുന്ദരാജയും ഉണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും കൂടിയിട്ടാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് എന്ന് ഓർത്തു വെക്കുക. ക്ലിയർ ആയില്ലേ? അടുത്തതും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ബനാറസ് എന്താണ്? ഹിന്ദു യൂണിവേഴ്സിറ്റി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ ആരാണ്? മദൻ മോഹൻ മാളവ്യ. ആരാണ്? മദൻ മോഹൻ മാളവ്യയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ. അടുത്തതും ചോദിച്ചിട്ടുള്ളതാണ് ശാന്തി നികേതൻ. ആരാണ് ശാന്തി നികേതന്റെ സ്ഥാപകൻ? ശാന്തി നികേതൻ സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പൊ രവീന്ദ്രനാഥ ടാഗോറിന്റെയാണ് ശാന്തി നികേതൻ. അദ്ദേഹം തന്നെയാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. അപ്പൊ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, ശാന്തി നികേതൻ എന്നിവ സ്ഥാപിച്ചു ആര്? രവീന്ദ്രനാഥ ടാഗോർ അല്ലെ. ഇനി അടുത്തത് PSC പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ഡക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി. ഡക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ സ്ഥാപകർ ആരാണ്? ഒന്ന് ബാലഗംഗാധര തിലക്, BG തിലക് അഥവാ ബാലഗംഗാധര തിലക്. അടുത്തത് GG അഗാർക്കർ. ആരാണ്? GG അഗാർക്കർ. ഇവർ രണ്ടും ചേർന്നാണ് എന്ത് സ്ഥാപിച്ചത്? ഡക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചത്. ഇനി രാജാറാം മോഹൻ റായിയെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വേദാന്ത കോളേജ് സ്ഥാപിച്ചത്. വേദാന്ത കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് എന്തിന്റെ സ്ഥാപകൻ? വേദാന്ത കോളേജിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാം ജാമിയ മിലിയ. എന്താണ്? ജാമിയ ട്ടോ. ജാമിയ മിലിയ
ഇസ്ലാമിക് ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ്? ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്, ഇപ്പൊ എന്താ വെച്ചാ ചില സംഭവങ്ങള് 2-3 പേര് കൂടി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ടീച്ചർ ഇത് പറയണേ. അലി സഹോദരന്മാർ, അതുപോലെ തന്നെ ഡോക്ടർ സക്കീർ ഹുസൈൻ, അലി സഹോദരന്മാർ, ഡോക്ടർ സക്കീർ ഹുസൈൻ, അതുപോലെ തന്നെ എം എ അൻസാരി, ഇവർ 3 ചേർന്ന്, അപ്പൊ താഴെ പറയുന്നവയിൽ ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകരിൽ പെടാത്തത് ആര് എന്ന് ചോദിക്കാം. അപ്പൊ ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല, അലി സഹോദരന്മാർ, ഡോക്ടർ സക്കീർ ഹുസൈൻ, എം.എ. അൻസാരി തുടങ്ങിയവർ ചേർന്നാണ് രൂപീകരിച്ചത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് വേണമെങ്കിൽ എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ടീച്ചർ ഒന്ന് പറയാം. നളന്ദ സർവകലാശാല അത് സ്ഥാപിച്ചത് കുമാരഗുപ്തനാണ്. നളന്ദ സർവകലാശാലയുടെ സ്ഥാപകൻ കുമാരഗുപ്തൻ. അതുപോലെ തന്നെ വിക്രമശില സർവകലാശാല അത് സ്ഥാപിച്ചത് ധർമ്മപാലൻ. ഇതിപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ഏൻഷ്യന്റ് ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിരുന്നു. അപ്പൊ അതും കൂടെ നമ്മൾ ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് 3 പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.